സർ, അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കോക്രോച്ച് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രക്ഷോഭം. വലിയ രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ അതിശക്തമായ ഒരു സമര രീതിയുമായി മുന്നോട്ട് പോവുകയാണ് കോക്രോച്ച് പാർട്ടി. ഈ പ്രക്ഷോഭം എവിടെ ചെന്ന് അവസാനിക്കാനാണ് സാധ്യത? UGC നീറ്റ് പരീക്ഷയുടെ പേരിൽ ഉൾപ്പെടെ നടക്കുന്ന ഈ പ്രക്ഷോഭം ഏത് നിലയിൽ കേന്ദ്ര സർക്കാരിനെ ബാധിക്കാനാണ് സാധ്യത? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാർ ആദ്യം ഇതിനെ അവഗണിക്കാൻ ശ്രമിച്ചു. BJPയുമായി ഭരണകക്ഷിയുമായി ബന്ധമുള്ളവർ സോണം വാങ്ചുക് നിരാഹാരം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ ദേശദ്രോഹിയായും ചൈനീസ് ചാരനുമായും ഒക്കെ മുദ്ര കുത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ നിരാഹാരം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഭക്ഷ്യവിഷബാധയേറ്റു അദ്ദേഹത്തിന് ഇന്ന് വ്യാജ പ്രചാരണം ഉണ്ടാക്കി. ഇത് പല വിദേശ ഏജൻസികളും ഫണ്ട് ചെയ്യുന്ന പ്രക്ഷോഭമാണ് എന്നും ഗോഡി മീഡിയ എന്നൊക്കെ പറയുന്ന ഭരണകക്ഷിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം 21-ാം ദിവസം നിരാഹാര സത്യാഗ്രഹത്തിന്റെ അന്ന് വെളുപ്പിന് ആരെയും അറിയിക്കാതെ ഒരു തുണി ഒക്കെ മറയാക്കി സോണം വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷമാണ് പ്രക്ഷോഭത്തിന്റെ രൂപവും ഭാവവും മാറിയത്. കഴിഞ്ഞ ദിവസം ഇന്നലെ പാർലമെന്റ് മാർച്ച് ഇതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ, സുരക്ഷാ ഏജൻസികളൊക്കെ വിചാരിച്ചിരുന്നത് അത് പല സ്ഥലങ്ങളിലും തടഞ്ഞു കഴിഞ്ഞാൽ, ബാരിക്കേഡുകൾ ഉയർത്തിക്കഴിഞ്ഞാൽ ഏതാനും ആയിരങ്ങൾ മാത്രമേ വരികയുള്ളൂ, അവിടെ അവര് തന്നെ പിരിഞ്ഞു പോകും, മാർച്ച് നടക്കില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ള മുഴുവൻ സുരക്ഷാ ഏജൻസികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ എത്തുകയും, അത് ഒരു കണക്കനുസരിച്ച് പ്രശാന്ത് ഭൂഷൺ ഇന്നലെ അദ്ദേഹത്തിന്റെ ട്വീറ്റ് പോസ്റ്റിൽ പറഞ്ഞത് 75,000-ഓളം പേർ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രക്ഷോഭത്തിന് എത്തി എന്നാണ്. ഇന്നലെ വലിയ തോതിൽ ബലപ്രയോഗം നടത്തി സുരക്ഷാ ഏജൻസികൾ. ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റി. ലോകം മുഴുവൻ ഈ ദൃശ്യങ്ങൾ കണ്ടു. ഇന്നലെ വൈകിട്ട് സമരപ്പന്തലൊക്കെ പൊളിച്ചു മാറ്റിയെങ്കിലും രാത്രിയോടുകൂടി വിദ്യാർത്ഥികൾ പുനഃസംഘടിച്ചെത്തി ഇത് വീണ്ടും സ്ഥാപിക്കുകയും ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലേക്ക് വിദ്യാർത്ഥികളും യുവാക്കളും സ്വമേധയാ എത്തുകയും ചെയ്തതോടുകൂടി ഇന്ന് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് പരാമർശിക്കുകയും ഈ യുവാക്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്, ഇവരെ നേർവഴിക്ക് അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നയിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും BJPയുടെ മുൻ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ RML ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു എന്നും ഇന്ന് മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എന്താകും ഈ പ്രക്ഷോഭത്തിന്റെ പ്രത്യാഘാതം? ഒരുപക്ഷെ ഞാൻ നേരത്തെ ഒരു പരിപാടിയിൽ പറഞ്ഞ പോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷമായിരുന്നു BJPയുടെ ലക്ഷ്യം. അത് തകർത്തത് വലിയ സംസ്ഥാനമായ UPയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടായ അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് പരാജയമായിരുന്നു. അതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും നമ്മൾ പണ്ടൊരിക്കൽ ചർച്ച ചെയ്തു. അത് അഗ്നിവീർ പദ്ധതി നടപ്പിലാക്കിയതിനെതിരായി വലിയ പ്രക്ഷോഭം, ആക്രമണശക്തമായ പ്രക്ഷോഭം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായി. തൊഴിലില്ലായ്മ 2024 തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നമായിരുന്നു. ഇതെല്ലാം യുവാക്കളെയും ചെറുപ്പക്കാരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ആ ഇഷ്യൂസിലാണ്, ആ നീറുന്ന പ്രശ്നങ്ങളിലാണ് BJPക്കെതിരായി ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ ചെറുപ്പക്കാരില്ലാത്ത കുടുംബങ്ങളില്ല, അവർ വോട്ട് രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ തിരിച്ചടി BJPക്ക് നേരിട്ട അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോക്രോച്ച് ജനതാ പാർട്ടി മാറുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാൻ വയ്യ. പക്ഷെ ഈ യുവജനങ്ങളുടെ, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള അസ്വാസ്ഥ്യം, തൊഴിലില്ലായ്മ എല്ലാ സംസ്ഥാനങ്ങളിലും അതിരൂക്ഷമാണ്. ഇതിന് തടയിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. യുവാക്കൾ എല്ലാ രംഗങ്ങളിലും തികച്ചും അസ്വസ്ഥരാണ്. അതിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ അലയടിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളുടെ ഇതിന് പിന്നിൽ അണിനിരക്കുക സ്വാഭാവികമാണ്. കോൺഗ്രസ് ഉണ്ട്, മുഖ്യമായി ഉള്ളത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകമായി അവിടെ നിരാഹാരം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഐസ എന്ന
നേരത്തെ ഇടതുപക്ഷ തീവ്ര സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ നിരാഹാരം അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സമരരംഗത്ത് അവർ ഇപ്പോഴും വളരെ സജീവമാണ്. ഒരുപക്ഷെ ഇതിന്റെ സംഘാടനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇടതുപക്ഷ കക്ഷികളും ആം ആദ്മി പാർട്ടിയും ഒക്കെയാണ്. അപ്പോൾ ഈ പ്രക്ഷോഭം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ്, ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത വർഷം, പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. പഞ്ചാബിൽ BJPക്ക് കാര്യമായ ഒരു രാഷ്ട്രീയ സ്വാധീനമൊന്നുമില്ല. കോൺഗ്രസ് ആണ് അവിടെ ആം ആദ്മി പാർട്ടിക്കെതിരായി മുഖ്യമായും പൊരുതുന്നത്. പക്ഷെ ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇപ്പോൾ തന്നെ BJPയെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന അയോധ്യ ട്രസ്റ്റ് നടത്തിയിട്ടുള്ള കൊള്ളയാണ്. അയോധ്യ ക്ഷേത്ര ഭാരവാഹികൾ, അത് BJPക്കെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ ആയുധമായി ഉത്തർപ്രദേശിൽ മാത്രമല്ല UPയിൽ മുഴുവൻ ആഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഈ പ്രക്ഷോഭത്തെയും കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഒട്ടും ശുഭകരമല്ല BJPയുടെ രാഷ്ട്രീയ ഭാവി ഉത്തരേന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ NDAയ്ക്കും BJPക്കും എടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ചർച്ച ആരംഭിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ഭരണാധികാരികളും ചെയ്യേണ്ടിയിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രശ്നം രൂക്ഷമാകുന്നു എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, ഏതാണ്ട് 93 വിദ്യാർത്ഥികൾ ഈ പരീക്ഷാ ക്രമക്കേടുകൾ, പരീക്ഷ മാറ്റിവെച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത്. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയ ആവശ്യങ്ങളിലല്ലാത്ത പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്. സോണം വാങ്ചുക്കിന്റെ നിരാഹാരം അദ്ദേഹം ആശുപത്രിയിലും ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈകടത്തലായി അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഇടപെടൽ അദ്ദേഹത്തെ സമരപ്പന്തലിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുകയും അവിടെ വെച്ച് നിരാഹാരം അവസാനിപ്പിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം. അപ്പം മന്ത്രി രാജിവെച്ചു കഴിഞ്ഞാൽ BJPക്ക് വലിയ രാഷ്ട്രീയ പരാജയമായിരിക്കും. അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷെ ഈ 2 ആവശ്യങ്ങൾ, അവസാനം പറഞ്ഞ 2 ആവശ്യങ്ങൾ ചർച്ചകളിൽ സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് പല അയൽ രാജ്യങ്ങളിലും ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഉത്സവം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി ഒരുക്കി എന്ന് നമ്മൾ കണ്ടു. ആ ലെവലിലേക്ക് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം മാറാതിരിക്കാൻ അനുരഞ്ജനത്തിന്റെയും ചർച്ചകളുടെയും ഒക്കെ ഒരു പാത സർക്കാർ വൈകിയെങ്കിലും സ്വീകരിക്കുമെന്നും, അങ്ങനെ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉത്തർപ്രദേശ് തുടങ്ങി അടുത്ത നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാതിരിക്കാൻ BJPയും NDA സഖ്യകക്ഷികളും അതിന് സമ്മർദ്ദം ചെലുത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് പാർട്ടി തലസ്ഥാന നഗരിയിൽ പാടെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കേന്ദ്ര സർക്കാരിനുണ്ടാക്കാവുന്ന ക്ഷീണം ചെറുതല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മന്ത്രിയുടെ രാജി അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടി തലസ്ഥാന നഗരിയിൽ നടത്തുന്ന ഇത്തരം പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ ഏത് നിലയിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതും കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.